ഇടുക്കി നെടുങ്കണ്ടത്ത് അമ്മയെയും മകനെയും കൊന്നു കുഴിച്ചു മൂടിയതായി സംശയം. വീടിന്റെ പരിസരത്ത് പോലീസ് നടത്തിയ പരിശോധനയിൽ മനുഷ്യന്റേത് എന്ന് സംശയിക്കുന്ന ശരീരഭാഗം കണ്ടെത്തിയിട്ടുണ്ട്. മേരിക്കുട്ടി, മകൻ റെജി എന്നിവരെ ഒരു മാസമായി കാണാനില്ല. രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്നുണ്ട് വിവരങ്ങളുമായി. രാഹുൽ, ഇപ്പോൾ പോലീസ് കണ്ടെടുത്ത ശരീരഭാഗങ്ങൾ അതാരുടേതാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന എന്തെങ്കിലും സൂചനകൾ വന്നിട്ടുണ്ടോ? ഇത് അമ്മയെയും മകനെയും കൊന്നു കുഴിച്ചു മൂടി എന്ന് സംശയിക്കാൻ ഇടയാക്കുന്ന സാഹചര്യങ്ങൾ എന്താണ്? പോലീസിന് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത് എന്തൊക്കെയാണ്? അവരുടെ നിഗമനങ്ങൾ എന്താണ്? GK, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മേരിക്കുട്ടിയും റെജിയെയും കഴിഞ്ഞ ഒരു മാസമായി കാണാനില്ല എന്നുള്ള പരാതി ഉയർന്നിരുന്നു. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം മേരിക്കുട്ടിയും മകൻ റെജിയും മറ്റൊരു മകനും ഇവർ 3 പേരും ഒരുമിച്ചാണ് ഈ വീട്ടിൽ താമസിച്ചിരുന്നത്. ഇളയ മകനോട് ഈ റെജിയും മേരിക്കുട്ടിയും എവിടെ എന്ന് ചോദിക്കുമ്പോൾ പലതരത്തിലുള്ള പരസ്പര വിരുദ്ധമായിട്ടുള്ള മറുപടി ആളുകൾക്ക് ലഭിച്ചിരുന്നു. പിന്നീട് മേരിക്കുട്ടിയുടെ മറ്റൊരു മകൾ അവർ വേറൊരു സ്ഥലത്താണ് താമസിക്കുന്നത്. അവർക്ക് തോന്നിയ സംശയത്തെ തുടർന്ന് പോലീസിൽ പരാതിപ്പെടുകയായിരുന്നു. ഇന്നിപ്പോൾ എന്തായാലും നെടുങ്കണ്ടം പോലീസ് വന്ന് വീടിന് പരിസരത്ത് പരിശോധന നടത്തി. അവിടെ കുഴിയെടുത്തു മൂടിയ നിലയിൽ ഒരു ഭാഗം കണ്ടു. അവിടെ മണ്ണ് മാറ്റി പരിശോധന നടത്തിയപ്പോഴാണ് പുരുഷന്റേതിന് സമാനമായിട്ടുള്ള ഒരു ശരീരഭാഗം, പാന്റ് ധരിച്ചിട്ടുള്ള പോലെയാണ് ഉള്ളത്, അത്തരത്തിലൊരു ശരീരഭാഗം അവിടെ നിന്ന് കണ്ടെത്തിയിരിക്കുന്നത്. സമയം തന്നെ എന്തായാലും ഫോറൻസിക് സംഘത്തിന്റെ സഹായം പോലീസ് തേടിയിട്ടുണ്ട്. ഇനി ഫോറൻസിക് സംഘം എത്തിയതിനു ശേഷം മാത്രമായിരിക്കും കൂടുതൽ മണ്ണു മാറ്റിയുള്ള പരിശോധന എന്നുള്ളതാണ് ഇപ്പോൾ എന്തായാലും പോലീസ് അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. കൊലപാതകം തന്നെ ആകാൻ സാധ്യത എന്നുള്ളതാണ് പോലീസിന്റെ ഒരു പ്രാഥമിക നിഗമനം. ഈ സംഭവത്തിന് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ, ചില സംശയങ്ങൾ ചോദിക്കട്ടെ. ഒന്ന്, ഇളയ മകന് പ്രായം എത്രയായി? ഈ മേരിക്കുട്ടിയെയും റെജിയും കാണാതായിട്ട് എത്ര കാലമായി? എന്താണ് ഇളയ മകൻ നാട്ടുകാരോട് പറഞ്ഞുകൊണ്ടിരുന്നത്? മകൾ ഇക്കാര്യത്തിൽ സംശയം ഉന്നയിക്കാൻ കാരണം എന്താണ്? GK, ഇതിൽ മേരിക്കുട്ടിയുടെ പ്രായം 70 ഒന്നാമത്തെ മകന്റെ പ്രായം 48. ഏറ്റവും ഇളയ മകന്റെ പ്രായം എന്ന് പറയുന്നത് 45 അതിനോടടുപ്പിച്ചാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാനും കഴിയുന്നത്. ഇവർ 3 പേരും ഒരുമിച്ചാണ് വീട്ടിൽ താമസിച്ചിരുന്നത്. ഇവർ വിവാഹിതരല്ല എന്നുള്ളതാണ്, ഈ 2 ആൺമക്കളും വിവാഹിതരല്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നത്. വീട്ടിൽ താമസിച്ചിരുന്നു. ഇവർ പുറത്തെ ആളുകളുമായിട്ട് കൂടുതൽ ബന്ധപ്പെടാനൊന്നും നിൽക്കുന്ന ആളുകളായിരുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന് ഇടയിൽ ഈ ഇളയ മകനെ സംശയിക്കാൻ ഇടയാക്കിയ സാഹചര്യം കൂടി ഒന്ന് പറയുകയാണ്. ഈ മകനോട് ചോദിക്കുമ്പോൾ ഈ അമ്മയും റെജിയും എവിടെ എന്ന് ചോദിക്കുമ്പോൾ അവർ ആശുപത്രിയിൽ പോയി, അവർ മറ്റ് സ്ഥലത്ത് പോയിരിക്കുകയാണ്, അവർ ഉടൻ തിരിച്ചു വരും എന്ന തരത്തിലുള്ള പരസ്പര വിരുദ്ധമായിട്ടുള്ള ഒട്ടും ചേർച്ചയില്ലാത്ത വിധത്തിലുള്ള മറുപടിയാണ് ആളുകൾ കാണാതായിട്ട് എത്ര നാളായി? ഈ മാസം 2-ാം തീയതി മുതലാണ് ഈ മേരിക്കുട്ടിയെയും മകനെയും കാണാതാകുന്നത്. അതിനുശേഷം പലതരത്തിലുള്ള അന്വേഷണങ്ങൾ ഈ മകൾ നടത്തിയിരുന്നു. അപ്പോഴൊക്കെ പറഞ്ഞിരുന്നത്, ഈ മകനോട് ചോദിക്കുകയാണ് ചെയ്തിരുന്നത്, മകൾ ഈ വീട്ടിലേക്ക് വന്നിരുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മകളോട് ചോദിക്കുമ്പോഴൊക്കെ ഇവിടെ വീട്ടിലുണ്ട്, അവർ ആശുപത്രിയിൽ പോയിരിക്കുകയാണ്, അവരോട് സംസാരിക്കാൻ ഇപ്പോൾ കഴിയില്ല എന്നുള്ള മറുപടിയൊക്കെയാണ് പറഞ്ഞിരുന്നത്. ഏറ്റവും ഒടുവിൽ സഹികെട്ടിട്ടായിരിക്കണം ഒരുപക്ഷെ മകൾ പോലീസിൽ പരാതി നേരിട്ട് നൽകുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ പരാതി നൽകി. ഇന്നിപ്പോൾ എന്തായാലും അതിന്റെ അടിസ്ഥാനത്തിലാണ് നെടുങ്കണ്ടം പോലീസ് വന്ന് പരിശോധന നടത്തിയത്. മകൾ അമ്മയെയും സഹോദരനെയും കാണാനില്ല എന്ന് പറഞ്ഞ് പോലീസിന് പരാതി നൽകുന്നു. പോലീസ് സ്വാഭാവികമായും ചെയ്യുക ഒപ്പം താമസിക്കുന്ന ഇളയ മകനായ ഈ 45-കാരനോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക എന്നതായിരിക്കുമല്ലോ. ഈ ഏത് സാഹചര്യത്തിലാണ് ഈ തൊട്ടടുത്ത പറമ്പിലൊക്കെ ഇറങ്ങി പരിശോധിക്കാൻ പോലീസിനെ പ്രേരിപ്പിച്ചത്? അവർക്ക് സംശയം തോന്നിയത് കൊണ്ടാണോ? GK, സ്വാഭാവികമായിട്ടും അവർ വീട്ടിൽ പരിശോധനയ്ക്ക് എത്തുകയായിരുന്നു. ഇളയ മകനോട് കാര്യങ്ങൾ ചോദിച്ചറിയുക എന്നതായിരുന്നു പ്രധാനപ്പെട്ട ഉദ്ദേശം. പക്ഷേ ഈ പോലീസിനെ കണ്ടപാടെ ഇളയ മകൻ ഓടി രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ടത്. ഇളയ മകൻ ഓടി രക്ഷപ്പെട്ടു. അദ്ദേഹത്തിന്റെ പേരിൽ ഒരു വ്യക്തത കുറവുണ്ട്, പേര് പറയാത്തത്. ഇളയ മകൻ ഓടി രക്ഷപ്പെടുകയായിരുന്നു. പോലീസിന് ഇതുവരെ കസ്റ്റഡിയിൽ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല അയാളെ എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് പോലീസിന്റെ സംശയം കൂടുതൽ ബലപ്പെട്ടത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പരിശോധന വീടിന്റെ സമീപ ഭാഗങ്ങളിൽ ഉൾപ്പെടെ നടത്തുകയും ചെയ്തത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് സംശയകരമായ ഒരു പ്രദേശം കാണുകയും അവിടെ മണ്ണു മാറ്റി പരിശോധിക്കാൻ പോലീസ് തീരുമാനിക്കുകയും ചെയ്തത്. എന്തായാലും അവിടെ പരിശോധന തുടങ്ങിയപ്പോൾ തന്നെ ഈ പാന്റ് ധരിച്ചിട്ടുള്ള ഒരു ആളുടെ ശരീരത്തിന്റെ ഭാഗമാണ്, അത് കാലിന്റെ ഭാഗമാണ് പോലീസിന് ആദ്യം തന്നെ കണ്ടെത്താൻ കഴിഞ്ഞത്. എന്തായാലും നിലവിൽ മണ്ണു മാറ്റിയുള്ള പരിശോധന അവിടെ നിർത്തിവെച്ചിരിക്കുന്നു.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.